ഇവിടെ പ്രേക്ഷകരെ നമുക്ക് ഇന്നിപ്പം കടുത്ത മുന്നറിയിപ്പുകളൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും എന്നൊരു ആശ്വാസ റിപ്പോർട്ടാണ് കേട്ടോ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. വേനലിനൊക്കെ അറുതി വരുത്തി സംസ്ഥാനത്ത് മഴ എത്തിയതിൻ്റെ ഒരു ആശ്വാസം നമ്മുടെ കാലാവസ്ഥാ റിപ്പോർട്ടിലും കാണാൻ. അതായത് നമ്മുടെ മാപ്പ് വന്നു. മാപ്പ് നോക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും ജില്ലകളിലൊന്നും മുന്നറിയിപ്പൊന്നുമില്ല. നല്ല ഗ്രീൻ മാപ്പാണ്. ഒരിടത്തും ഒരു മുന്നറിയിപ്പും ഇല്ലാത്തൊരു മാപ്പാണ് വന്നിരിക്കുന്നത്. ജില്ലകളിലെ കാലാവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നിപ്പം ഭാഗികമായ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. ഹ്യൂമിഡിറ്റി പക്ഷേ 80% വരെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയും അതേപോലെ ഇടിമിന്നൽ സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഉയർന്ന താപനില വന്ന് 35 ഡിഗ്രി സെൽഷ്യസും അതേപോലെ തന്നെ കുറഞ്ഞ താപനില വന്നിട്ട് 26 ഡിഗ്രി സെൽഷ്യസുമാണ് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ കൊച്ചിയിലോട്ട് വരികയാണെങ്കിൽ കൊച്ചിയിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഭാഗികമായ മേഘാവൃതമായ ആകാശമായിരിക്കും. അന്തരീക്ഷ ഊഷ്മാവ് പറയുന്ന പോലെ തന്നെ 80% വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ ഹ്യൂമിഡിറ്റി ഉയരുമ്പോഴാണ് നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ജില്ലയിലെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില തന്നെ 27 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. നേരെ കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട്ടെ ഇന്നത്തെ താപനില ഭാഗികമായ മേഘാവൃതമായ ആകാശമായിരിക്കും. കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസുമാണ്. ജില്ലയിലും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കാം എന്ന് പറയുന്നു. ഇനി കണ്ണൂർ, അവസാനം കണ്ണൂരിലേക്ക് പോയാൽ ഇന്ന് ഭാഗികമായി മേഘാവൃതമായ ആകാശമായിരിക്കും. കണ്ണൂരിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനും അതേപോലെ തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്ററിനിടയിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കണ്ണൂരിലെ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 27 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അപ്പോൾ ഇതാണ് പൊതുവെ ഇന്നത്തെ ഒരു കാലാവസ്ഥ പരിശോധിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ തുടർഭരണമോ ഭരണമാറ്റമോ കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.